ബാക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ഐടിയിലെ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലെ, അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. ആ ഒരു ചാപ്റ്ററിലെ വെബ് ഡിസൈനിങ് മിഴിവോടി എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2-3 കൺസെപ്റ്റുകൾ ഉണ്ട്. അതായത് എന്താണ് ടൈപ്പ് സെലക്ടർ, എന്താണ് ക്ലാസ് സെലക്ടർ, പിന്നെ 3 രീതിയിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് ഉൾപ്പെടുത്താം, ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇതൊക്കെ തന്നെ തിയറിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കലും ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു വെബ് പേജ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു വെബ് പേജ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ഹെഡിങ് ഉണ്ട്, അതേപോലെ അതിന്റെ ഇടയിൽ 2 പാരാഗ്രാഫ് ഉണ്ട്. ഈ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന HTML ടാഗുകൾ ഉണ്ടല്ലോ, ആ HTML ടാഗുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ ഒരു HTML ടാഗുകൾ, ഇത്രയും HTML ടാഗുകൾ, ഇത്രയും കോഡുകൾ ടൈപ്പ് ചെയ്തത് കൊണ്ടാണ്, ഇത്രയും HTML കോഡുകൾ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോൾഡറിൽ സേവ് ചെയ്തു. എന്നിട്ട് ആ ഫയലിനെ ഒരു ബ്രൗസറിൽ, ഇപ്പൊ ഫയർഫോക്സ് ആണെങ്കിൽ ഫയർഫോക്സ്, ആ ഒരു ബ്രൗസറിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് കിട്ടുന്ന ഈ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഈ രീതിയിൽ എനിക്ക് അതിനെ വെബ് പേജ് ആയിട്ട് കാണാൻ പറ്റും. കാര്യം ക്ലിയർ അല്ലേ? ഒരു വെബ് പേജ് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ ഒരു വെബ് പേജിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണം, കുറച്ചുകൂടി മനോഹരമാക്കണം. എന്നാൽ അങ്ങനെ മനോഹരമാക്കുന്ന സമയത്ത്, അതായത് ഇതിന്റെ സ്റ്റൈൽ അടിപൊളിയാക്കണം, ഇതിനകത്ത് നമുക്ക് ഈ ഒരു കോണ്ടന്റിനെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിലെ കളർ, അതിലെ മാർജിൻ ലേഔട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെബ് പേജിന്റെ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ ഒരു വെബ് പേജിനെ കുറച്ച് അടിപൊളിയാക്കും, അട്രാക്റ്റീവ് ആക്കുന്ന സമയത്ത് അതിന് ഉപയോഗിക്കേണ്ട ഒരുപാട് ടാഗുകളും ആ ടാഗിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു കോഡ് റിപ്പീറ്റേഷൻ ഒരുപാടായിട്ട് വരും. ഓക്കെ, ഒരുപാട് തവണ നമ്മൾ ഈ കോഡ് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ആ ഒരു പ്രശ്നമൊക്കെ അല്ലെങ്കിൽ ആ ഒരു കോഡ് റിപ്പീറ്റേഷനൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെബ് പേജിനെ അടിപൊളിയാക്കാൻ, അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എന്താണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്? As a part of web designing, when several web pages and the properties of the tag to be used in them are to be created. Cascading style sheet is the technology developed to avoid the repetition of the code effectively. ശ്രദ്ധിക്കേണ്ട കാര്യം, avoid the repetition of the code effectively. ഓക്കെ, വെബ് ഡിസൈനിങ്ങിന്റെ ഭാഗമായി ധാരാളം പേജുകളും അവയിൽ ഉപയോഗിക്കേണ്ട ടാഗുകളുടെ സവിശേഷതകളും തയ്യാറാക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ കോഡ് ആവർത്തനത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS എന്ന് പറയുന്നത്. ഇവിടെ CSSന്റെ പൂർണ്ണ രൂപമൊക്കെ ചോദിക്കാറുണ്ട്, അതേപോലെ CSS എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം ഏകദേശം ക്ലിയർ അല്ലേ? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നുള്ള കാര്യം റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? നമ്മൾക്ക് ശരിക്കും ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെബ് പേജിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽസ് അഥവാ കാസ്കേഡിംഗ് സ്റ്റൈൽസ് കൊണ്ടുവരാൻ പറ്റുക. ഹൗ ടു ആഡ് കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിനകത്ത്, നമ്മുടെ HTML പേജിനകത്ത് എങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നത്? 3 രീതിയിൽ നമുക്ക് നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാം. 3 രീതിയിൽ കൊണ്ടുവരാം: ഇൻലൈന്, ഇന്റേണല്, എക്സ്റ്റേണൽ. 3 രീതികളാണുള്ളത്: ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇൻലൈൻ CSS അഥവാ ഇൻലൈൻ ആയിട്ട് എങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ വെബ് പേജിനെ അടിപൊളിയാക്കുക. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാനൊരു വെബ് പേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വെബ് പേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് കൂടുതൽ കോണ്ടന്റുകളൊന്നും ഇതിലില്ല, ഇതിലൊരു ഇമേജ് മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു വെബ് പേജ്, അതിനകത്ത് ഒരു ഇമേജ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, വൈറ്റ് ആണ് അല്ലെ, വൈറ്റ് ആണ്. ഞാനിവിടെ ഈ വെബ് പേജിനെ ഇൻലൈൻ CSS ആയിട്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട്, എന്നാൽ അതിൽ ഇൻലൈൻ എന്ന വഴിയിലൂടെ ഈ ഒരു വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ബ്രൗൺ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്ര മാത്രം ചെയ്താൽ മതി. ആ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന HTML കോഡ് എടുക്കുക. എന്നിട്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത് ഏത് ടാഗിനാണോ, എനിക്കിപ്പോ ഞാൻ ഈ പറഞ്ഞത് എന്താ, ഈ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിനാണ് എനിക്ക് കളർ കൊടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുക്കാൻ അതിന്റെ ബോഡി ടാഗ് അല്ലെ, ആ ഒരു വെബ് പേജിന്റെ മുഴുവനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് അതിന്റെ ബോഡി എന്ന് പറയുന്ന ടാഗിനാണ് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആ HTML പേജിനകത്ത് ബോഡി എന്ന ടാഗ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അവിടെ ഒരു ബോഡി ടാഗ് ഓപ്പൺ ചെയ്യണ്ടാവും, അതേപോലെ താഴോട്ട് ആ ബോഡി ടാഗ് ക്ലോസ് ചെയ്യണ്ടാവും. ഈ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കൂടെ ആ ബോഡി ടാഗിന്റെ ഓപ്പൺ കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ ആ ബോഡി ടാഗിന്റെ കൂടെ സ്റ്റൈൽ എന്നൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക.
ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു, എന്നിട്ട് അതിന് വാല്യൂ കൊടുക്കുന്നു. ഇതേപോലെയാണ് നിങ്ങൾ കാസ്കേഡിംഗ് സ്റ്റൈലിൽ കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻലൈൻ? ഏത് ടാഗിനാണോ നിങ്ങൾക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ട ടാഗിന്റെ കൂടെ സ്റ്റൈൽ എന്നൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നു, സ്റ്റൈൽ എന്നൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നു, എന്നിട്ട് സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആവശ്യമായുള്ള പ്രോപ്പർട്ടി, ആവശ്യമായുള്ള വാല്യൂ, ഈ രീതിയിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഇൻലൈൻ എന്ന വഴിയിലൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഇതേ കാര്യം തന്നെ ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്റേണൽ ആയിട്ടാണ്. ഇതേ കാര്യം തന്നെ ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്റേണൽ ആയിട്ടാണ്. ഇൻലൈൻ എന്താണെന്ന് പഠിച്ചു, ഇന്റേണൽ CSS ആയിട്ട്, ഇന്റേണൽ ആയിട്ട് എങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? ആ HTML കോഡില് മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഹെഡ് ടാഗ് കൊടുക്കുന്നുണ്ട്. ആ ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇന്റേണൽ ആയിട്ടാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്നതെങ്കിൽ അതിനിടയിലായിട്ട് സ്റ്റൈൽ എന്നൊരു ടാഗ് കൊടുക്കുക, സ്റ്റൈൽ എന്നൊരു ടാഗ് കൊടുക്കുക. എന്നിട്ട് സ്റ്റൈൽ എന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ, സ്റ്റൈൽ എന്ന ടാഗ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ കൊടുത്ത ശേഷം സ്റ്റൈൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ എന്ന ടാഗ് ക്ലോസ് ചെയ്ത ശേഷം അതിനിടയിലായിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ഇതേപോലെ കൊടുക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഷോർട്ട് ആയിട്ട് പറയാം. അതായത് നിങ്ങൾക്ക് ഏത് വെബ് പേജിനാണോ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത്, ആ വെബ് പേജിന്റെ ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്നൊരു ടാഗ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റൈൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ഇവിടെ ഉണ്ട് ടൈപ്പ് സെലക്ടർ ആയിട്ടോ ക്ലാസ് സെലക്ടർ ആയിട്ടോ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. സ്റ്റൈൽ ടാഗിന്റെ ഇടയിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഔട്ട്പുട്ട് ഇതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? മൂന്നാമത്തെ മാർഗം എക്സ്റ്റേണൽ. അത് ഈ പഠിച്ചതുപോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്. അതിന് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ ഇതേപോലെ കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ ഇതേപോലെ, ഞാനിവിടെ ബോഡി ടാഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രൗൺ അത്രേ കൊടുക്കുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേപോലെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഒരു ഫയലായിട്ട് തയ്യാറാക്കുക. അതായത് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് കാസ്കേഡിംഗ് സ്റ്റൈൽ മാത്രം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കാസ്കേഡിംഗ് സ്റ്റൈൽ മാത്രമുള്ള ഫയലിനെ നമ്മൾ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാം. ഫോൾഡറിൽ സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫയൽ നെയിം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടില്ലേ .css, ഒരു പേര് കൊടുക്കുക, സ്റ്റൈൽ 1 സ്റ്റൈല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് .css എന്ന ഈ ഒരു എക്സ്റ്റൻഷൻ നിർബന്ധമായും കൊടുക്കുക. നമ്മൾ നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്തു. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മളൊരു പുതിയ ഫയൽ തയ്യാറാക്കുക. ആ ഫയലിൽ എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള HTML കോഡുകൾ മുഴുവൻ ടൈപ്പ് ചെയ്യാം. ആ വെബ് പേജിനകത്ത് വേണ്ട മുഴുവൻ HTML കോഡുകളും നിങ്ങൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഫയലിനെ ഒരു HTML ഫയലായിട്ട് സേവ് ചെയ്യാം. ശ്രദ്ധിക്കണം, അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ .html എന്ന എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം. ഡെമോ എന്നുള്ളത് ഒരു പേരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, .html എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക. എക്സ്റ്റൻഷൻ മാറരുത്. .html എന്ന എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഈ ഒരു ഫയലും നേരത്തെ സെയിം ഫോൾഡറിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ഫയലും കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെയുള്ള .css എന്ന ആ ഒരു ഫയലും HTML കോഡുകളുള്ള .html എന്ന എക്സ്റ്റൻഷനോട് കൂടി സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോൾഡറിൽ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോൾഡർ. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ നമ്മുടെ HTML പേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ സ്റ്റൈൽ .css എന്ന ഈ കാസ്കേഡിംഗ് സ്റ്റൈലുകളുള്ള ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ നമ്മുടെ HTML വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ ഇതിലുള്ള മുഴുവൻ സ്റ്റൈലുകളും നമ്മുടെ വെബ് പേജിലേക്ക് കിട്ടും. അങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ രീതിയിൽ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് എന്ന് പറയുന്ന ടാഗ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് എന്ന ടാഗ്. വെറും ലിങ്ക് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൈൽ കിട്ടില്ല. ലിങ്ക് എന്ന ടാഗിന്റെ കൂടെ നമ്മളിവിടെ ഒരു 3 ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. REL, ടൈപ്പ്, HREF. REL മീൻസ് റിലേഷൻഷിപ്പ്, അത് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. ടൈപ്പ് text/CSS എന്ന് കൊടുക്കുക. HREF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണോ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന്റെ ആ ഒരു പേര്, ഫയൽ നെയിം
ഡോട്ട് എക്സ്റ്റൻഷൻ അടക്കം എന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അത് അതേപോലെ ഇവിടെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള മുഴുവൻ കാസ്കേഡിംഗ് സ്റ്റൈലുകളും നമ്മുടെ ഈ ഒരു വെബ് പേജിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ചെറിയ കാര്യം കൂടി, ഈ ഒരു ലൈന് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. എവിടെ കൊടുക്കണം? ഈ ഒരു ലൈന് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് കൊടുക്കുന്നത് നമ്മുടെ HTML പേജ് ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഈ ഒരു HTML പേജ് ഉണ്ട്. ആ HTML പേജിന്റെ അകത്ത് ഹെഡ് ടാഗ് ഉണ്ടാവുമല്ലോ. ഹെഡ് ടാഗ് ഇവിടെ ഉണ്ട് അല്ലെ, ഹെഡ് ടാഗ് ഇവിടെ ഉണ്ട്, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ടാഗ് അവിടെ ഉണ്ട്, ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ലിങ്ക് ടാഗ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ ആ ലിങ്ക് ടാഗ് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലിങ്ക് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനകത്തുള്ള ആ ഒരു ഫയലിനകത്തുള്ള മുഴുവൻ സ്റ്റൈലുകളും നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇൻലൈന്, ഇന്റേണല്, എക്സ്റ്റേണല്, ഈ 3 വഴികളിലൂടെ കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരൊറ്റ സ്ലൈഡിലൂടെ ഷോർട്ട് ആയിട്ട് ഒന്നുകൂടി നമുക്കത് റിവൈസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇൻലൈൻ CSS, ഇൻലൈൻ ആയിട്ടാണ് നിങ്ങൾ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊണ്ടുവരുന്നതെങ്കിൽ ഇത്രേ ചെയ്യാനുള്ളൂ. ഏത് ടാഗിനാണോ നിങ്ങൾക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത് ആ ടാഗിന്റെ കൂടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക, അതിന്റെ വാല്യൂ കൃത്യമായിട്ട് കൊടുക്കുക. അടുത്തത് ഇന്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായുള്ള ആ ഒരു വെബ് പേജിനകത്ത് ഹെഡ് ടാഗിന്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കാം. സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഇതേപോലെ കൊടുക്കുക, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഇതേപോലെ ക്ലോസ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആവശ്യമുള്ള കാസ്കേഡിംഗ് സ്റ്റൈല് ടൈപ്പ് സെലക്ട് ആയിട്ടോ ക്ലാസ് സെലക്ട് ആയിട്ടോ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ ടൈപ്പ് ചെയ്ത് ഒരു CSS ഫയലായിട്ട് സേവ് ചെയ്യുക. ആ CSS ഫയലായിട്ട് സേവ് ചെയ്ത അതേ ഫോൾഡറിൽ തന്നെ HTML കോഡുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതും സേവ് ചെയ്യുക. രണ്ടും ഒരു ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പം പഠിച്ച പോലെ ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ നമ്മുടെ വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കണം അല്ലെ. ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഹെഡ് ടാഗുകൾക്കിടയിൽ HTML പേജിൽ HTML കോഡിനകത്ത് ഹെഡ് ടാഗുകൾക്കിടയിലായിട്ടാണ് കൊടുക്കേണ്ടത്. ആ കൊടുക്കേണ്ട ലിങ്ക് ടാഗും അതിന്റെ ആട്രിബ്യൂട്ടുമാണ് ഇവിടെ പറയുന്നത്. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ CSS എന്ന് നമുക്ക് പറയാം. സോ ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരിക? ഇവിടെ നിന്ന് എക്സാമിന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈന് തരും. ഓക്കെ, ഈ ഒരു ലൈന് തന്നിട്ട് ഇത് ഏത് രീതിയിലാണ്, ഇൻലൈൻ ആയിട്ടാണോ എക്സ്റ്റേണൽ ആയിട്ടോ ഇന്റേണൽ ആയിട്ടാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം തന്നിട്ട് ഇത് ഏത് രീതിയിലാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൈപ്പ് സെലക്ടർ എന്താണ്, ക്ലാസ് സെലക്ടർ എന്താണ് എന്നുള്ളതാണ്. ടൈപ്പ് സെലക്ടർ എന്താണ്, ക്ലാസ് സെലക്ടർ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വെബ് പേജിൽ 2 ഹെഡിങ്ങും 2 പാരഗ്രാഫും ഉണ്ട്. 2 ഹെഡിങ് ഉണ്ട്, 2 പാരഗ്രാഫ് ഉണ്ട്. ഈ 2 ഹെഡിങ്ങും 2 പാരഗ്രാഫും സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കിയേ, ഈ ഒരു ഹെഡിങ്ങും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് H3 എന്ന് പറയുന്ന ഒരു ടാഗ് ഉപയോഗിച്ചിട്ടാണ്. H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ 2 ഹെഡിങ്ങും സൂചിപ്പിച്ചിരിക്കുന്നത്. കാണണോ? ഇതാ അതിന്റെ ആ ഒരു കോഡ് നോക്കിയാൽ മനസ്സിലാവും. ഈ 2 ഹെഡിങ്ങും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ഐറ്റംസ് എന്ന ആ ഒരു ഹെഡിങ്ങും, അതേപോലെ H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഗ്രൂപ്പ് ഐറ്റംസ് എന്ന ടാഗ് ആ ഒരു ഹെഡിങ്ങും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പാരഗ്രാഫോ, ഈ 2 പാരഗ്രാഫ് സൂചിപ്പിച്ചിരിക്കുന്നത് P എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. എന്റെ ഈ 2 ഹെഡിങ്ങിനും ഒരേ കളർ വേണം, ഒരേ ഫോണ്ട് ഫാമിലി വേണം, ഒരേ ഫോണ്ട് സൈസ് വേണം. അതായത് ഈ വെബ് പേജിൽ എത്ര ഹെഡിങ്ങുകൾ ഉണ്ടോ അത് എല്ലാ ഹെഡിങ്ങുകളും H3 ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഹെഡിങ്ങുകൾക്കൊക്കെ തന്നെ എനിക്ക് ഒരേ സവിശേഷതകളാണ് വേണ്ടത്. അതേപോലെ ഈ വെബ് പേജിൽ കുറേ പാരഗ്രാഫ് ഉണ്ട്, എല്ലാ പാരഗ്രാഫും സൂചിപ്പിച്ചിരിക്കുന്നത് P എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ പാരഗ്രാഫിനും എനിക്ക് ഒരേ കളർ, ഒരേ ഫോണ്ട് ഫാമിലി, ഒരേ ഫോണ്ട് സൈസ് വേണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് ആ ഒരു വെബ് പേജിനെ മനോഹരമാക്കുന്ന സമയത്ത് എനിക്കിപ്പോ 2 ഹെഡിങ് ഇവിടെ ഉണ്ട്, 2 ഹെഡിങ്ങും H3 ഉപയോഗിച്ച് സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഹെഡിങ്, ഇപ്പൊ ഹെഡിങ് അല്ലേ, ഹെഡിങ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാ? H3 എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണല്ലോ. ആ കാര്യം നമുക്കറിയാം അല്ലെ, H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സെലക്ടർ ആയിട്ട് ആ ടാഗ് തന്നെ കൊടുക്കാം.
ഏത് ടാഗിനാണോ നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ടത് ആ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കേണ്ട ആ ഒരു ടാഗ് തന്നെ നമ്മൾ ഇവിടെ സെലക്ട് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് സെലക്ടർ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ട് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ഇതേപോലെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ H3 എന്ന് പറയുന്ന ടാഗ് ഈ വെബ് പേജിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ സ്റ്റൈൽ ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വെബ് പേജ് നോക്കി, ഈ ഒരു വെബ് പേജിൽ H3 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് 2 ഹെഡിങ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 ഹെഡിങ്ങിനും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ അതേ ഫോണ്ട് ഫാമിലി, അതേ ഫോണ്ട് കളർ, അതേ ഫോണ്ട് സൈസ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ പാരഗ്രാഫിന്റെ കാര്യവും. ഇവിടെ 2 പാരഗ്രാഫ് ആണുള്ളത്. 2 പാരഗ്രാഫ് ഉണ്ട്. ഡയറക്റ്റ് ആ 2 സൂചിപ്പിച്ചിരിക്കുന്നത് പി ടാഗ് ഉപയോഗിച്ചിട്ടാ. അതുകൊണ്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് സെലക്ടർ ആയിട്ട് എന്ത് ചെയ്യാം, ആ ടാഗിന്റെ പേര് തന്നെ കൊടുക്കാം. എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്ത് കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കേളി ബ്രേസ് ക്ലോസ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി വാല്യൂ ഇതേപോലെ കൊടുക്കുക. ആവശ്യമായുള്ള പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂ ഇതേപോലെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ് പേജിലുള്ള എല്ലാ പാരഗ്രാഫിനും ഈ സ്റ്റൈലുകൾ തന്നെ വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നത്. ഒരു വെബ് പേജിൽ തന്നെ പല പ്രാവശ്യം ഒരേ സവിശേഷതകളോട് ഉപയോഗിക്കേണ്ട ടാഗ് ആണെങ്കിൽ ഹെഡ് ടാഗിനുള്ളിൽ സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ച് പ്രസ്തുത ടാഗിന്റെ സവിശേഷതകൾ വിവരിക്കാം. ടാഗിന്റെ പേര് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാഗിന്റെ പേര് തന്നെ സ്റ്റൈൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പം ഇത് നോക്കിയേ, ഈ ഒരു പാരഗ്രാഫും പി എന്ന ടാഗ് ഉപയോഗിച്ച് തന്നെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ എനിക്ക് ആദ്യത്തെ പാരഗ്രാഫിന് വേറെ ഒരു സവിശേഷത, വേറെ ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് വേറെ ഒരു കളറാണ് വേണ്ടത്, രണ്ടാമത്തെ പാരഗ്രാഫിന് വേറെ ഒരു കളറാണ് വേണ്ടത്. പക്ഷെ 2 സൂചിപ്പിച്ചിരിക്കുന്നത് പി എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെ ഇത് പോസിബിൾ ആവും? ടൈപ്പ് സെലക്ടർ ഉപയോഗിച്ചത് നടക്കുമോ? അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത്. കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കല്ലോ, ഇന്റേണൽ ആയിട്ടായാലും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടാഗ് ഇതേപോലെ കൊടുക്കുമ്പോൾ പി ടാഗ് ആണെങ്കിൽ പി എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട്, ശ്രദ്ധിക്കണം, ഡോട്ട് ഇട്ടിട്ട് ബ്ലൂ എന്ന ഒരു പേര് വിളിച്ചു കൊടുക്കുക. ബ്ലൂ എന്ന് തന്നെ വേണമെന്നില്ല, വേറെ ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ എന്ന പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ട സവിശേഷതകൾ കൊടുക്കുക. ഇവിടെ ഇത്രയും ഞാൻ മാറ്റം വരുത്തുന്നുള്ളൂ, ഇത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ കണ്ടില്ലേ, കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് ബ്ലൂ കളറിനെയാണ്, നീല കളറിനെയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കാൻ വേണ്ടി ഡോട്ട് ബ്ലൂ എന്നൊരു ക്ലാസ് കൊടുക്കുക. അതിനാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു നെയിം കൊടുത്തു, ഡോട്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എന്ത് ചെയ്യുക, ഒന്നുകൂടി വീണ്ടും പി എന്ന് പറയുന്ന ടാഗ് ഇവിടെ ഉപയോഗിച്ചു, ഡോട്ട് ഇട്ടിട്ട് റെഡ് എന്ന ഒരു പേര് വിളിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കളർ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട്, കളർ എന്ന പ്രോപ്പർട്ടി കൊടുത്തിട്ട് അതിന്റെ കൂടെ ഒരു വാല്യൂ കൊടുത്തു. ഈ വാല്യൂ, ഈ ഒരു ഹെക്സാഡെസിമൽ കളർ കോഡ് സൂചിപ്പിക്കുന്നത് റെഡ് കളറിനെയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അതിന് ഡോട്ട് റെഡ് എന്നൊരു പേര് കൊടുത്തു, ഒരു ക്ലാസ് കൊടുത്തു. ഇനി ഞാൻ എന്റെ വെബ് പേജിൽ ആ HTML കോഡിന്റെ ഇടയിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പാരഗ്രാഫിനാണ് എനിക്ക് ആ ബ്ലൂ കളർ വേണ്ടതെങ്കിൽ ആ ബ്ലൂ കളറും അല്ലെങ്കിൽ അതിന് വേണ്ട സവിശേഷതകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഏത് ക്ലാസ് ആണോ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ എന്ന പേരാണല്ലോ. അത് അതേപോലെ ആ ടാഗിന്റെ കൂടെ ക്ലാസ് എന്നൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ബ്ലൂ എന്ന് സൂചിപ്പിക്കുക. ക്ലാസ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തു, ബ്ലൂ എന്ന ഒരു ക്ലാസ് നെയിം കൊടുക്കുക. ഇനി എനിക്ക് അടുത്ത പാരഗ്രാഫിന് റെഡ് അല്ലേ വേണ്ടത്, അപ്പൊ റെഡ് എന്നൊരു പേര് വിളിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ, റെഡ് എന്ന പേര് ഞാൻ ഇവിടെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ട കളറും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാ, ആ സവിശേഷതകൾ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ ആ ടാഗിന്റെ കൂടെ, പാരഗ്രാഫാണ് നമ്മൾ സൂചിപ്പിച്ചത്, അതുകൊണ്ട് പാരഗ്രാഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ക്ലാസ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തു, റെഡ് എന്ന ആ ഒരു ക്ലാസ് നെയിം കൊടുത്തു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും വരുന്നത്. അതായത് 2 പാരഗ്രാഫ് സൂചിപ്പിച്ചിരിക്കുന്നത് പി എന്ന ടാഗ് ഉപയോഗിച്ച് തന്നെയാണ്, പക്ഷേ നമ്മൾ അവിടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ രീതിയിൽ കൊടുക്കുമ്പോൾ ആ ക്ലാസിന്റെ നെയിം കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് 2 പാരഗ്രാഫിനും വേറെ വേറെ സവിശേഷതകൾ കൊടുക്കാൻ പറ്റും. സോ ക്ലാസ് സെലക്ടർ എന്താണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നോക്കാം, ഇത്രയേ ഉള്ളൂ.
ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിൽ ഒരേ ടാഗ് ഉപയോഗിച്ചും ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത കണ്ടന്റുകൾക്ക് വെവ്വേറെ സവിശേഷത കൊടുക്കണമെങ്കിൽ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം. ഓക്കെ, വേറെ സവിശേഷത കൊടുക്കണമെങ്കിൽ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം. ക്ലാസ് സെലക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഗിവ് ഡിസ്റ്റിങ്ക്ട് properties to different contents that are included in the same page using the same tag. ശ്രദ്ധിക്കണം, ഈ ലൈൻസ് അതേപോലെ തന്നിട്ടൊക്കെ നിങ്ങൾക്ക് തിയറിയിൽ ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? പിന്നെ ചെറിയൊരു എക്സ്ട്രാ ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, P.blue ഇവിടെ കണ്ടില്ലേ, നമ്മൾ P.blue P.red എന്നല്ലേ പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഇനി P.P. എന്ന് കൊടുത്തത് കൊണ്ട് പാരഗ്രാഫ് ടാഗുകൾക്ക് മാത്രമേ ഇനി ഈ ബ്ലൂ റെഡ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ബ്ലൂ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചിട്ട് കൊടുത്തിട്ടുള്ള സവിശേഷതകൾ P. എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് പാരഗ്രാഫ് ടാഗുകൾക്ക് മാത്രമേ നമുക്ക് ആ ക്ലാസ് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ അതിന് പകരം എനിക്ക് ഈ ആട്രിബ്യൂട്ട് ഒക്കെ സപ്പോർട്ട് ആവുന്ന ബാക്കിയുള്ള ടാഗുകൾക്ക് കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി. അതായത് ജസ്റ്റ് വെറും .blue എന്ന് പറഞ്ഞു, P എന്നോ H1 എന്നോ H3 എന്നോ നമ്മൾ പ്രത്യേകം പറയാതെ വെറും .blue എന്ന് പറഞ്ഞ് ഇതേപോലെ കൊടുക്കുന്നു, അല്ലെങ്കിൽ .red അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സവിശേഷത നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട് സപ്പോർട്ട് ആവുന്ന, ഈ ഒരു പ്രോപ്പർട്ടീസ് സപ്പോർട്ട് ആവുന്ന ഏത് ടാഗിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്ലാസ് സെലക്ടർ എന്താണ്, ടൈപ്പ് സെലക്ടർ എന്താണ്, 3 വഴികളിലൂടെ കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാം. ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? തിയറിയിൽ ചോദിക്കാറുണ്ട്. ടൈപ്പ് സെലക്ടർ ക്ലാസ് സെലക്ടറുമായി റിലേറ്റ് ചെയ്ത ഒറ്റൊരു ചോദ്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ വെബ് പേജ് ഡെവലപ്മെന്റ്, when the tag name itself is used to create a cascading style, what is it known as? വെബ് പേജ് നിർമ്മാണത്തിൽ ടാഗിന്റെ പേര് തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സിമ്പിൾ ആണ്, നമ്മളെ പഠിച്ചിട്ടുണ്ട്. ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടൈപ്പ് സെലക്ടർ ആണോ, ക്ലാസ് സെലക്ടർ ആണോ, ഇന്റേണൽ സെലക്ടർ ആണോ, എക്സ്റ്റേണൽ സെലക്ടർ ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ടൈപ്പ് സെലക്ടർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര സമയം പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റൊരു തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.